നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലെ ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടല്ലോ, ഇന്റർവ്യൂ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാൻ വരുന്ന നമ്മളുടെ സ്വന്തം മുൻകാല പരിശീലകനായിട്ടുള്ള ഇഗോസ്റ്റി മാച്ച്. പുള്ളി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും ചവിട്ടി പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ ഓടി നടന്ന് ഓൺലൈൻ ഇന്റർവ്യൂകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആള്. റവ് സ്പോർട്സിനെ അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്. മിനിറ്റിനാണ് പുള്ളിയുടെ ഇന്റർവ്യൂ വരുന്നത്. ഇപ്പം നമ്മൾ ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിലും ആൾ ഇന്റർവ്യൂ തരും. ആ അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പുള്ളി ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് നമ്മളെല്ലാം പേടിച്ചു പോയായിരുന്നു. ഇന്റർവ്യൂ ലൈവ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട സംഗതിയായിട്ട് നമ്മളൊരു പ്രസ് കോൺഫറൻസ് വിളിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു, ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലന സ്ഥാനത്ത് നിന്ന് ഞാൻ പടിയിറങ്ങിക്കഴിഞ്ഞാൽ പൊന്നുമക്കളെ എല്ലാം തീർന്ന ഈ ഒരു വൃത്തികെട്ട ഫെഡറേഷൻ നയിക്കുന്ന ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാകാൻ വേണ്ടിയിട്ട് അന്തസ്സുള്ള ഒരു കോച്ച് പോലും വരത്തില്ല. നിങ്ങൾ ഏതെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കോച്ചിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോണം, അല്ലാതെ ഒരു നല്ല കോച്ച് ആപ്ലിക്കേഷനായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് നമ്മളൊക്കെ പേടിച്ചിരുന്നു. വലിച്ച് കീറണ്ടായോ പന്നിയെ? 291 പേരാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ISL ടീമുകളെ പരിശീലിപ്പിച്ച സ്റ്റാർ പരിശീലകർ വേറെ, യൂറോപ്പിലെയും ലാറ്റിൻ അമേരിക്കയിലെയും പരിശീലകരെ പുറമെ ഏഷ്യൻ കോണ്ടിനെന്റിൽ തന്നെ വിജയം വരിച്ച സ്റ്റാർ പ്രൊഫൈലുകളുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാകാൻ വേണ്ടിയിട്ട് മികച്ച പരിശീലകരുടെ കൂട്ടയിലുണ്ട്. ഇപ്പോൾ ഏഷ്യൻ കോണ്ടിനെന്റിൽ തന്നെ വിജയം ഭരിച്ചിട്ടുള്ള പാർഹങ് സോ എന്ന് പറയുന്ന നമ്മുടെ അങ്കിൾ പാർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിലിപ്പെ ട്രൗഷ്യർ, വിയറ്റ്നാം കോച്ചായിരുന്ന ഫിലിപ്പെ ട്രൗഷ്യർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. തായ്ലൻഡിന്റെ കോച്ചായിരുന്ന വിൻഫ്രണ്ട് ഷാഫർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അക്കിയ നിഷിനോ ജാപ്പനീസ് ആണ്, ആള് തായ്ലൻഡിന്റെ കോച്ചായിരുന്നു. അങ്ങനെ ലിമിറ്റഡ് റിസോഴ്സ് കൊണ്ട്, വളരെ ചെറിയ റിസോഴ്സ് കൊണ്ട് ഏഷ്യൻ ഫുട്ബോളിൽ വളരെ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള കിടിലൻ പരിശീലകർ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാവാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. പിന്നെ ISL മാർക്കി പ്ലേയേഴ്സ് ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകനാവാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടെ ഒത്തിരി പേരുടെ പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും എടുത്ത് പറയാത്തത്. ഈ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാവാൻ ആരും വരില്ല എന്ന് പറഞ്ഞ് ഇഗോസ്റ്റി മാച്ച് നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചതൊക്കെ വെറുതെ ആയിരുന്നു. നല്ല കിടിലം പ്രൊഫൈലുകൾ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാവാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് ഈ മാസം അവസാനത്തോടുകൂടി അറിയാം. പിന്നെ കല്യാൺ ജോബയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഹിന്ദി ആയതുകൊണ്ട് എനിക്കൊരു തേങ്ങയും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല.